ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ പ്രിസൺ എസ്കേപ്പ് ജേർണി എന്ന് പറഞ്ഞ ഒരു ഗെയിമിൻ്റെ വീഡിയോ ആണ്. ഇത് അത്യാവശ്യം നല്ലൊരു പോപ്പുലറായ ഒരു ഗെയിമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ കണ്ടായിരുന്നു അവർ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ കളിക്കണം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു വേറൊരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പരസ്യം വന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അവർ കളിച്ച അതേപോലത്തെ ഗെയിം തന്നെയാണ് പ്രിസൺ എസ്കേപ്പ് ജേർണി. ഓക്കെ, ഞാൻ അപ്പോൾ ഇതിൽ കുഴിച്ച് 1 മീറ്റർ കുഴിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുഴിക്കുമ്പോൾ നമുക്ക് ഓരോ സാധനം കിട്ടും. ഇപ്പം എനിക്ക് കിട്ടിയത് ഷൂസാണ്. ഇതിൽ കാണിക്കണ ഭാഷ എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇതെനിക്ക് തോന്നണം ഒന്നെങ്കിൽ റഷ്യനോ അല്ലെങ്കിൽ തുർക്കിഷ് അങ്ങനെ ഏതോ ഒരു ഭാഷയാണ്. എനിക്ക് അറിഞ്ഞൂടാ ഇതിനെക്കുറിച്ച് ഏതാണ് ഭാഷയെന്നൊന്നും. ഞാൻ അത്രയും കുഴിച്ചിട്ടും എനിക്കിപ്പോൾ ഒരു ഐറ്റമാണ് കിട്ടിയത്. നമ്മൾ കുറേ കുഴിക്കുമ്പോൾ നമുക്ക് കുറേ സാധനം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ബാഗ് ആരെയെന്നെങ്കിലും വാങ്ങണം. ഇവിടെ വിൽക്കാനായിട്ട് നമ്മളെ പ്രിസണിലെ നമ്മളെ ആൾക്കാർ തന്നെ നമ്മളോട് കൂട്ടാണ്. കാരണം നമുക്ക് എന്നുവെച്ചാൽ ഒരാളിങ്ങനെ കുഴിച്ച് അവന്മാരെയും കൊണ്ടുപോകുന്ന രീതിയിൽ അവർ നമുക്ക് ഇതൊക്കെ തരും. ബാഗുണ്ട്, പിന്നെ ഫുഡുണ്ട്. ഓക്കെ, നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. ഈ മാറ്റ് തുറക്കാൻ പറ്റും. മാറ്റ് തുറന്നു കഴിഞ്ഞാൽ പോലീസ് വരുമ്പോൾ മാറ്റ് തുറന്നാൽ നമ്മൾ പണി കാണും. ഓക്കെ, മാറ്റടാ അങ്ങോട്ട്, പോലീസ് വരാറായി. ഞാൻ എന്തിന് കാട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, മാറ്റ് അടയ്ക്കാം. പോലീസിനെ വിളിക്കാം. ഇതിൽ ഈ ഡോറിൽ കൊട്ടുമ്പോൾ പോലീസ് വരും. ഓക്കെ, ഞാൻ കൊട്ടി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, വരണമുണ്ട് പുള്ളി. ഓക്കെ, എന്തിനോട് ഉണ്ട് ആ ഷൂസ് അങ്ങോട്ടൊന്നും എടുക്കൂല, നമ്മളായിട്ട് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, നമുക്ക് പൈസ തരുന്നുണ്ട്. ഇവിടുത്തെ പൈസ എന്ന് വെച്ചാൽ കാറ്റക്സ് എന്ന് പറഞ്ഞ ഒരു ടോയ്ലറ്റ് പേപ്പറാണ്. ഒരു കക്കൂസ് കക്കൂസല്ല, നമ്മൾ തുടയ്ക്കുന്ന ഒരു പേപ്പറാണ്, ടോയ്ലറ്റ് പേപ്പറാണ് ഇവിടുത്തെ കറൻസി. ഈ പ്രിസണിലെ കറൻസി കാറ്റക്സ്. ഓക്കെ, കാറ്റക്സ് എടുത്ത് നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, പോലീസ് വരാറ്. ഓടും. ഓക്കെ, പോലീസ് വന്നു ഗേസ്. ഓക്കെ, നമുക്കിനി ഒന്നും അറിയാത്ത കണക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം ഗേസ്. ഓക്കെ, വരാറ്. 5 4 3 2 1 0. അയ്യോ, കറണ്ട് എടുത്തു. പോലീസ് സൈക്കിൾ വന്നു. തേഞ്ഞൊട്ടി ഗേസ്, തേഞ്ഞൊട്ടി. ഓക്കെ, അടി വെച്ച് ചെവിക്കല്ലൂടെ ഒരു ഇടിയ കൂടി. ഓക്കെ, ഇനി 10 രൂപ കൊടുത്താൽ നമ്മൾ മുമ്പത്തെ പോലത്തെ അത് ആവത്തുള്ളൂ. നമ്മൾ മുമ്പ് 1 മീറ്ററിൽ കുഴിച്ചാൽ 10 രൂപ എടുത്താൽ അത്ര തന്നെ കിട്ടും. അഥവാ പൈസ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ കുഴി താനെ അടഞ്ഞാണ്. നോക്കട്ടെ, കണ്ട ഇതിന് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഇന്തോനേഷ്യൻ ബസ് സിമുലേറ്റർ കളിക്കണമെന്ന് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ അത്രയും വ്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കാണുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ആ സബ്സ്ക്രൈബും ആ ലൈക്കും ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ. അപ്പോഴത്തേക്കും നമുക്കൊരു വീഡിയോയുടെ ഒരു പ്രചോദനമാവും. എന്ന് വെച്ചാൽ ഇത്രയും സബ്സ്ക്രൈബ് കിട്ടി, വീണ്ടും ഇടാം എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു ഇത് തോന്നും, പ്രചോദനം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ഞെക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എപ്പോഴും വരണം, അപ്പം കാണണമെന്നുള്ളവർക്ക് ആ ബെല്ലൈക്കണും കൂടെ അങ്ങ് ഞെക്കി വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഓക്കെ, ഇൻട്രോ പറഞ്ഞു തന്നെ കുറേ നേരം പോയി. ഓക്കെ, നമുക്ക് എന്തായാലും കളിക്കാം. അപ്പോൾ എനിക്ക് 2 ഐറ്റം കിട്ടി. ഇവിടെ ഒരു കോമ്പസ് കിടക്കണം. ഈ കോമ്പസൊക്കെ അത് ഏത് മണ്ടനോട് ഇത് ജയിലിൽ കോമ്പസ് യൂസ് ചെയ്യണം, അതാണ് ഞാൻ ചിന്തിക്കണം. ഓക്കെ, കോമ്പസാണ്. ഓക്കെ, അത് എടുക്കാം. കോമ്പസ് എന്ത് വരാത്ത ഈ പണ്ടാരം വന്നു. ഓക്കെ, ഇതിൽ കയറുണ്ട്. ആ കെട്ടിയ കയറാണെങ്കിൽ അത് നമുക്ക് കയറാനാണ്. 25 സെക്കൻഡ് ഞാൻ എന്തിനും കാണിക്കൊണ്ടിരിക്കണം. പോലീസ് വരാറേയില്ലേ. റുബിക്സ് ക്യൂബൊക്കെ ഈ ജയിലിൽ ആരുടെ റുബിക്സ് ക്യൂബ് അങ്ങനെ കിട്ടുമോ? റുബിക്സ് ക്യൂബ് 14 സെക്കൻഡ്. ചെളി കയറണം. ഈ ഡേർട്ട് നമ്മളിപ്പോൾ ഇത്രയും വെട്ടിയെടുത്ത ആ ചെളി എത്രയും എനിക്കിത് അറിഞ്ഞുകൂടാന്ന് ആ പോലീസ് പിടിച്ച് അടിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് അറിയണം. കാരണം ഞാൻ അത് റെക്കോർഡ് ചെയ്യണം, പിന്നീടും വീഡിയോ എടുക്കണം, പിന്നീടുമാണ് എന്നുവെച്ചാൽ
ഇപ്പോൾ വീഡിയോ ഇന്ന് എടുക്കുമെങ്കിൽ റെക്കോർഡ് ചെയ്യണത് ചിലപ്പോൾ നാളെ ആയിരിക്കും. ഓക്കെ, ഞാൻ അടി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് 10 രൂപ കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ വെറും 5 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പം വീണ്ടും ആ ഭ്രാന്തനെ തന്നെ വീണ്ടും ഒന്നും കൂടെ കൊട്ടി വിളിക്കണം. ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ അവന് ഇത്രയും സാധനമൊക്കെ കൊടുക്കണതാണ് പോലീസ് വന്ന്. എന്നിട്ട് ഒരു ദയ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് സാധനം എടുത്ത് കൊടുക്കാം. ഓക്കെ, എത്ര ബാർഗെയിൻ ചെയ്യാൻ? ഒരു 19 വേണ്ട, 17. ഓക്കെ, കൊടു. ഓക്കെ, കാറ്റക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോകാം. ഈ പൂച്ച ഏതാ ഒരു മീമിലുള്ള പൂച്ചയല്ലേ ഗൈസ്? നിങ്ങൾക്കിത് അറിയാവോ? ഇത് ഏതോ ഒരു മീമിലുള്ള പൂച്ചയാണ്. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടുത്തെ എല്ലാത്തിനും ഭയങ്കര പൈസയാണല്ലോടെ. ജയിലിലാണെന്നൊന്നും ചിന്തിക്കുന്നില്ല അവനൊക്കെ. ഓക്കെ, നമുക്കിത് വാങ്ങാം. അയ്യോ, എനിക്ക് ഞെക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ അവന്മാർ കൊണ്ടുപോയി. ടൈം കഴിഞ്ഞു പോയി ഗൈസ്. ഓക്കെ, വീണ്ടും ടൈം ഇല്ല. 3 സെക്കൻഡ്, 2 സെക്കൻഡ്. ഇനി വെളിയിൽ ഇറങ്ങിപ്പോയാൽ വീണ്ടും അവന്മാരേന്ന് അതുപോലെ വീണ്ടും പോലീസുകാരൻ്റെ അടി കിട്ടും. മര്യാദയ്ക്ക് ഇവിടെ ചാടിയിരിക്കും. എന്നാലും ഈ മാറ്റിനെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാൽ എത്ര വെയിറ്റാണ് താങ്ങണം. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടന്നാലും ഈ മാറ്റിനാണ് നൂല്. ഇത്രയും വലിയൊരു കുഴിയാണ് അതിൻ്റെ അടിയിൽ. അത് ആ പോലീസുകാരൊക്കെ അത് തോന്നിയില്ലെന്നാണ് അങ്ങനെ ഒരു കുഴി അവിടെ ഉണ്ടെന്ന്. അല്ലെങ്കിൽ അയാൾക്ക് ചിന്തിക്കുക, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, ഈ ഞാൻ കൊടുക്കണ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് വരണത്. അത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. എന്തായാലും നല്ലൊരു ഗെയിമാണ്, നിങ്ങളൊന്ന് കളിച്ചു നോക്കൂ. അടിപൊളിയാണ്. പ്രിസൺ എസ്കേപ്പ് ജേർണി എന്ന് അടിച്ചാൽ മതി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. അടിപൊളി ഗെയിമാണ്. കുറച്ച് ടൈം പാസിനൊക്കെ പറ്റും. പിന്നെ ഇത് ഞാൻ ഇപ്പം ഡേ 5 ആയിട്ടുണ്ട്. ഇത് ഡേ 1ലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഡേ 5 ആണ്. അതുകൊണ്ട് ആ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട് ഡേ 1, ഡേ 2. ഇപ്പം 21 മണി എന്ന് പറയുമ്പോൾ എത്ര മണിയായി? അത്രയെങ്കിലും. ഓക്കെ, ഇപ്പം അത്രയും മണിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 21 മണി രാത്രി 10-9 മണിയാണ്ടല്ലേ. ഓക്കെ, ഇനിയും പോലീസ് വരാൻ 1 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓക്കെ ഉറങ്ങണം. അതാണ് ഇപ്പോൾ കാണിക്കുന്നത്, കണ്ടോ? ഓക്കെ, നമുക്ക് ആദ്യം മണ്ണെടുത്ത് മാറ്റാം, എന്നിട്ടൊക്കെ കിടന്നുറങ്ങാം. അതാണെങ്കിൽ ഈ നൈറ്റും ഓവർ ഡ്യൂട്ടി ആണെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത് പറ്റത്തില്ല. അങ്ങനെ അത് ഞാൻ അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, പക്ഷെ അത് പറ്റൂല. ഓക്കെ ഗൈസ്, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ്, മോർണിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ജോലി തുടങ്ങാം. ഇവിടെ ഫുഡ് കൊണ്ടുവച്ചാ. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് ഇവിടെ എനർജി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കുഴിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് വീണ്ടും പോലീസിനെ വിളിക്കുകയാണ്. ഓക്കെ, പോലീസുകാരെ പെട്ടെന്നൊന്നും വാവിടാ. ഓക്കെ, പോലീസിന് സാധനം എടുത്ത്. ഇതെന്തൊരു സാധനം ആ സൈഡിൽ? എന്തെങ്കിലും ആട്ടെ. ഓക്കെ, പോലീസുകാരന് സാധനം കൊടുക്കാൻ എത്ര? ഓക്കെ, ബാർഗെയിനൊന്നും നിന്നില്ല, കിട്ടിയതും കൊണ്ടുവന്നു. ഓക്കെ ഗൈസ്, 30 സെക്കൻഡ് ടൈമുണ്ട്. ബ്രെഡ് ഓക്കെ ഇടി വാങ്ങ്, ടൈമില്ല. ഓക്കെ, പാൻ. ഈ പാൻ വെച്ച് കുഴിക്കാൻ പറ്റും. പാൻ. ഓക്കെ, പാനും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്നും അറിഞ്ഞുകൂടാത്ത കണക്കിരിക്കാം. അതുകൊണ്ട് പാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ആ പൊട്ടൻ ആ പാനിനെ കണ്ടിട്ടില്ല. പക്ഷെ ഇത്തിരി അവിടെ ഈ കട്ടിലിൻ്റെ മൂലയ്ക്കാണ് ചെളി കിടക്കണം. ആ ചെളി അയാൾ കാണും. അതെന്തുവാണ്? പാൻ ഡോറിൻ്റെ അവിടെയാണ് ഇരിക്കണം. പാൻ കാണൂല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ബഗ്ഗായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും ബെഡ്ഷീറ്റ് ഇതിൻ്റെ പേരെന്തിര്? മാറ്റ് പൊക്കാം. മാറ്റ് പൊക്കിയിട്ട് കുഴിച്ചു തുടങ്ങാം. ഓക്കെ, എന്തിനാ റെഞ്ച് കിട്ടിയിട്ടുണ്ട്. റെഞ്ചെന്നല്ലേ പറയണം. വണ്ടീനെ സ്ക്രൂ ഒക്കെ ടൈറ്റ്. ഓക്കെ, 1 മീറ്റർ കുഴിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പയ്യെ അങ്ങോട്ട് കുഴിച്ച് പോവാം. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ ഒരു വശപ്പിശൊക്കെ പോലെ തോന്നുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും കുഴിച്ച് അങ്ങോട്ടൊക്കെ പോവാം. പോയി അവിടെയൊക്കെ നോക്കിയിട്ടൊക്കെ ഒന്ന് വരാം. ഇവിടെയൊക്കെ എന്തൊക്കെ സാധനം കിട്ടുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. നോക്കാം ഗൈസ്, എന്തായാലും എന്തൊക്കെ കിട്ടും. ഓക്കെ ഗൈസ്, വീണ്ടും എനിക്ക് ഒരു വണ്ടിയിൽ രണ്ട് സ്ക്രൂ ടൈറ്റ് ആക്കണ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് സ്ക്രൂ ഡ്രൈവറാണ്, സ്പാനറാണ്. ഓക്കെ, അത് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതൊക്കെ എടുത്ത് നമുക്ക് നമ്മളെ ബാഗിലാക്കാം. ഓക്കെ, പയ്യെ കുഴിച്ച് അങ്ങോട്ട് പോകണം. എന്നാലേ നമുക്ക് അതൊക്കെ കിട്ടത്തുള്ളൂ. താഴോട്ട് കുഴിക്കാം.
അതിപ്പോൾ താഴോട്ടൊക്കെ ആയിരിക്കും സംഭവങ്ങളുണ്ട് എന്നത്. ഈ ഈ ഗെയിമിൽ മൊത്തം മണ്ടത്തരങ്ങളെ എനിക്ക് പറ്റുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ മണ്ടത്തരങ്ങളാണ് ഇതിൽ കാണിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ഗെയിം പ്ലേ കാണുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് നോക്കി കളിക്കാതെ ഇരിക്കുക എന്നാണ് പഠിക്കേണ്ടത്. കാരണം മൊത്തം മണ്ടത്തരം ഞാൻ കാണിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല പറയണ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പോലീസ് വന്നപ്പോൾ ഈ കരണ്ടി എടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നെ പോലീസ് വന്നപ്പോൾ തന്നെ ഇതെടുത്ത് കാണിച്ചു. ആടെ പോലീസ് വന്നു. ഇനി എന്തിരിക്കാൻ പറ്റും? ഓക്കെ, പോലീസും വന്ന് ഇതായി. ടൈമും ഇല്ല, 11 സെക്കൻഡ് കൊണ്ട് എനിക്കിത് അടയ്ക്കാൻ പറ്റുമോ? ഓക്കെ, പോയി ഗ്യാസ് പോയി. ഓക്കെ, ഇനിയൊന്നും പറ്റൂല. പോലീസ് വന്നു, അടിയും തന്നു. ഓക്കെ, തേഞ്ഞ് കണ്ട വീണ്ടും എനിക്ക് തന്നെ അടിയും. ഓക്കെ, നമുക്ക് വീണ്ടും 10 രൂപ വേണം, അല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന്. നമുക്ക് എന്തായാലും വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കളിക്കാം. പക്ഷെ നമ്മളെ സാധനമൊന്നും പോയിട്ടില്ല. ഓക്കെ, നമുക്കിതൊക്കെ ഇവിടെ വെക്കാം. ഒരു കോടാലിയില്ല, ഒരു ചുറ്റിയല്ലുണ്ട്. അപ്പോൾ ആ ചുറ്റിയല് ഒരു കോടീശ്വരനുണ്ട് ഈ ജയിലിൻ്റെ ഇപ്പുറത്ത്. അപ്പോൾ ആ കോടീശ്വരന് ഈ ചുറ്റിയല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെ പോലീസ് പിടിച്ചാലും നമുക്ക് രക്ഷപ്പെടാനൊക്കെ പറ്റും. ഇയാൾ പണക്കാരനാണ്. ഓക്കെ, നമുക്ക് ബാർഗെയിൻ ചെയ്ത് പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, കാറ്റക്സ് പൈസ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി സാധനം വാങ്ങാം. ആദ്യം തിന്നാനുള്ള ഫുഡ് വാങ്ങാം. അതാണ് ഇതിൽ കൂടെ ബെറ്റർ എന്ന് തോന്നുന്നത്. കാരണം എനർജി വേണം ഇത് കളിക്കാൻ ബാക്കി. ഓക്കെ, നമുക്ക് പോയി എൻ്റെ ഒരു ഷവൽ വാങ്ങാം. ഷവലല്ലേ? എൻ്റെ പൈസ ഇല്ല തേൻ. ഇങ്ങോട്ട് പോടാ മണ്ട. ഓക്കെ, അതുപോലെ ഇതിലെ കൺട്രോളറും വെറും പൊട്ട സാധനമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് പിടിക്കുമ്പോൾ റൈറ്റ് പിടിക്കുമ്പോൾ ലെഫ്റ്റും പോകും. അങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് ബഗ്ഗുകൾ ഉണ്ടാന്ന് വെച്ചാൽ ബഗ്ഗൊന്നുമില്ല. പക്ഷെ ചില ടൈമിൽ ഇത് നമ്മൾ ഇങ്ങോട്ടായിരിക്കും പേടിക്കണം, പക്ഷെ എന്നാലും അത് പോകണം അങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് ഡോറും അടച്ചു. അതിപ്പോഴും നമുക്ക് വീണ്ടും കുഴിക്കാം. ഇനി ചോറ് കുഴി ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇപ്പോൾ കുഴി നിമന്നിട്ടുണ്ട്. ഞാൻ എന്തിനു ചെയ്യാൻ? വീണ്ടും കുഴിക്കണ്ടേ? ഓക്കെ, എന്തായാലും പൈസയും സാധനമൊന്നും പോയില്ല. അതെന്തോ ഒരു ഭാഗ്യമായി ഗൈസ്. ഓക്കെ, നമുക്ക് വീണ്ടും കുഴിച്ച് പോകാം. നല്ല സാധനമൊക്കെ കിട്ടും. ലൈറ്റർ കിട്ടി. അപ്പോൾ ഈ ലൈറ്റർ വെച്ച് നമുക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് കത്തിച്ച് കളയാം. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്ററും കിട്ടി. എന്തിനു ഇതും സ്പാനർ. ഇത്രയ്ക്ക് സ്പാനർ ഇത് ഇവിടെ ആരുടെ? കൺസ്ട്രക്ഷൻ പണിക്കാരാണ് അത്രയും സ്പാനർ. കോമ്പസ് ഇതൊക്കെ എന്തിനാണ് ഇവിടുത്തെ ആൾക്കാർക്ക്? ഓക്കെ ഗൈസ്, നമുക്കിത് വീണ്ടും കുഴിച്ച് ഞാൻ പണ്ടത്തെ അതേ ഹൈറ്റിലോട്ട് പോവുകയാണ്. ഇപ്പം എനിക്കൊരു കപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു സ്പാനറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്പാനറെ ഇങ്ങോട്ട്. ഇത് എന്തൊരു സ്പാനർ? വതുപ്പ് വന്നതുമില്ല. ഈ പോലീസ് കണ്ട അതെന്തൊരു സ്റ്റാർ വീണ് കിടക്കുന്ന? വേണ്ട, കുഴിയാട. എന്നിട്ട് സാധനം എൻ്റെ അകത്തേക്ക് എന്നിട്ടൊരു അട. കാരണം ഇനി ടൈം കഴിയാറ്. ഇതാട്ടാ. ഓക്കെ, അടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മണൽ അത്രയും കൊണ്ടുപോയി കളയാം. കാരണം അല്ലെങ്കിൽ പോലീസ് ഇവിടെ ഇരിക്കണ വലിയൊരു ചട്ടിന്ന് പാൻ കണ്ടില്ല, പക്ഷെ അവന്മാർ ഉള്ളിയിരിക്കണ സാധനം കാണും. അതാണ് ഇവിടുത്തെ പോലീസിൻ്റെയൊക്കെ കണ്ണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊക്കെ കൊണ്ട് കളഞ്ഞ് ഇപ്പോൾ ലഞ്ച് ടൈമാണ്. 31 സെക്കൻഡും കൂടെ കഴിഞ്ഞാൽ ഇനി ലഞ്ച് ടൈമാ. ലഞ്ചാണോ ഡിന്നറാണോ എന്തോ അത് എന്തെങ്കിലും ആയിട്ട്. ഓക്കെ ഗൈസ്, ഇനിയും ടൈമുണ്ട്. 30, 20, 19 ടൈമുണ്ട്. എന്നാലും നമുക്ക് ഒന്നും ചെയ്യണ്ട, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കാന്ന് വെച്ചപ്പോൾ ബാറ്റ് തുറന്നു പോയി ഗ്യാസ്. അയ്യോ, പോലീസ് കണ്ട്. ആട്ടാ, ഞാൻ അങ്ങോട്ട് 6 സെക്കൻഡ്, 5 സെക്കൻഡ്, 3, 4 ആട്ടാ. ഭാഗ്യം. ഇവര് കണ്ടില്ല എന്തോ ഭാഗ്യത്തിന്. ആരില്ല അങ്ങോട്ട്. പെട്ടെന്ന് ഞാൻ ബോട്ടം കൊണ്ടു. ഞാൻ പറഞ്ഞ റിച്ച് മാൻ ഇതാണ്. ഇയാൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ തന്ന്
ഓക്കെ, നമുക്ക് ഇതാണ് നമ്മളെ കിച്ചണല്ല, ഡിന്നറും സപ്പറും ലഞ്ചും കഴിക്കാനുള്ള സ്ഥലം. കിച്ചൺ തന്നെ. ഓക്കെ, അല്ല ഡൈനിങ് ഹാൾ. പക്ഷെ ഫുഡ് കഴിച്ചപ്പോൾ നമ്മളെ എനർജി വീണ്ടും കൂടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ പ്രസൻ്റ് അകത്തുള്ള ആൾക്കാർ. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് കിട്ടും. എനർജി ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശക്തി കിട്ടി. അപ്പോൾ നമുക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള ഇത് കിട്ടും. ഓക്കെ ഗൈസ്, കേണ്ട ഇപ്പം എൻ്റെ എനർജി വീണ്ടും ഫുള്ളായണ്ട. ഇതും വാങ്ങിച്ച് കുടിക്കണ്ട, ഇത് വെച്ച് കഴിക്കാം. ഓക്കെ, നമുക്കിനി പോവാം. ഇതിൻ്റെ ഇവിടെ ഇനി അവൻ എന്തുവരെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, നമുക്കിവിടെയൊക്കെ വേറെ ആൾക്കാരെ പ്രസൻ്റ് അകത്തൊക്കെ, പക്ഷെ പറ്റത്തില്ല. ഇവിടെയൊക്കെ മൊത്തത്തിൽ ക്ലോസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ തുറന്നു കിടക്കും, പക്ഷെ അത് നമ്മളേൽ മാത്രമേ കയറാൻ പറ്റൂ. ബാക്കി എല്ലാവരും അത് ഒരു ഇൻവിസിബിൾ വാളും ഉണ്ട്, ക്ലോസ്ഡ് ആണ്. ഓക്കെ, നമുക്കിനി മറ്റേ ബാസ്കറ്റ് ബോൾ കളിക്കാം. പക്ഷെ അത് ഈ കോർട്ട് എന്നാണ് പറയണത് എന്തോ. ഓക്കെ, അതിലോട്ട് ഇടാൻ നോക്കിയാൽ എത്ര എറിഞ്ഞാലും ഈ സാധനം ബോളും മുകളിലോട്ട് പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഓക്കെ, ഞാൻ കുറേ നേരം ട്രൈ ചെയ്ത്, പക്ഷെ എന്നിട്ടൊന്നും ഇത് പോകണില്ല. അടുത്ത് നിന്ന് എറിഞ്ഞാൽ പോലും ഇത് അങ്ങോട്ട് ഉള്ളിലോട്ട് പോകത്തില്ല. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഞാൻ ഈ ബാസ്കറ്റ് ബോൾ കുറേ വട്ടം ഇങ്ങനെ ഇടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലൊന്നും പോകത്തില്ല. ഓക്കെ, നമുക്കെന്തായാലും ഈ ബോളിനെ ഒന്നും കൂടെ എറിഞ്ഞു. ഇതൊരു ലാസ്റ്റ് ടൈമാണ് ഈ എറിയണം. ലാസ്റ്റ് ഒക്കെ എറിയാൻ പോകും. അയ്യോ എന്തിരി ഞാൻ വിചാരിച്ചു പ്രിസണിലോട്ട് പോവാം ഗൈസ്. ഇവിടെ എന്താ ഫുഡ് കഴിച്ചൊന്നും കഴിഞ്ഞില്ലേ? അപ്പം ഞാൻ ഒരു ഡ്രൈന്ന് കേട്ടതാണ് എന്തിനാ ബെല്ലടിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ജിമ്മുണ്ട്, ജിം അടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ജിമ്മിൻ്റെ അകത്ത് പക്ഷേ ഇതൊരു ജിമ്മല്ലേ ഇത്. നമുക്ക് ഇത് പ്രസണമാണ്, പക്ഷേ ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ജിമ്മുണ്ട്. ഓക്കെ, പെട്ടെന്ന് കാരണം നമ്മളെ ടൈം കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് ചെയ്യാനുള്ള. പെട്ടെന്ന് പോ. ഓക്കെ ഗൈസ്, ഓക്കെ, പ്രസൻ്റ് അകത്ത് കയറിയിട്ട് ഇത് പ്രസണാണോ ജയിലാണോ? അത് എന്തിനാണ് പ്രസണല്ലേ ഇത്? ഓക്കെ, നമുക്കിപ്പോൾ തുറക്കാനൊന്നും പറ്റൂല. ഈ നമ്മൾ ഇത്രയും നേരം കുഴിച്ചുകൊണ്ടിരുന്ന സാധനം. ഓക്കെ, പോലീസുകാരൻ വന്ന് അടച്ചിട്ടുണ്ട്. അയ്യോ, സാധനം കൊടുക്കാൻ പറഞ്ഞ് വിളി. ഓക്കെ, ഇയാൾ വീണ്ടും വന്നിട്ടുണ്ട്. സാധനം എടുത്തു കൊടുക്കുക. ഓക്കെ, നമ്മളെ കാറ്റക്സ് പൈസ തരാൻ വേണ്ടി ഞാൻ വീണ്ടും സാധനം അയാൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബാർഗെയിൻ ചെയ്യാം. ഇത്ര രൂപ വരും? 15 തരത്തുള്ളൂ. ഓക്കെ, കാറ്റക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിക്ക്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഗെയിം സ്റ്റക്കായി പോയിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, വാങ്ങിച്ചിട്ട് സ്റ്റക്ക് മാറി. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ ടാറ്റാ.